മദീനയുടെ വീഥികളിൽ ഒരിക്കൽ ഭീതിയുണ്ടായിരുന്നു. മുനാഫികളും കപട മുസ്ലിങ്ങളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ ഗൂഢാലോചന ഒരുക്കി. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അവൻ്റെ മുഖം തീ പോലെ ജ്വലിച്ചു. യാ റസൂലല്ലാഹ്, നിങ്ങൾ സമാധാനമായി ഇരിക്കൂ, അവരെ ഞാൻ നേരിടും, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവൻ വാൾ കയ്യിലെടുത്തു മദീനയിലെ വഴികളിലൂടെ നടന്നു. ജനങ്ങൾ ഭയന്നു. ഒരു മനുഷ്യൻ മാത്രം മുന്നോട്ട് നടന്നു, വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും വാൾ കയ്യിൽ. മുനാഫികളുടെ സംഘം അവനെ കണ്ടപ്പോൾ വിറച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഉമർ വരുന്നു, ഇനി രക്ഷയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്കെതിരായി നിൽക്കുന്നതാരെന്നറിയുമോ? ഞാൻ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ദൂതൻ്റെയും വഴിയിൽ ജീവിക്കുന്നവനാണ്. ആ വാക്കുകൾക്ക് ശേഷം മദീന ശാന്തമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, അള്ളാഹുവെ, ഇസ്ലാമിന് കരുത്തു നൽകാൻ ഉമറിനെ തിരഞ്ഞെടുക്കുക. അവൻ ധൈര്യത്തിൻ്റെ പ്രതീകമാണ്. അള്ളാഹു അത് സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നപ്പോൾ ശത്രുക്കൾ വിറച്ചു. ലോകത്തോട് വിട പറഞ്ഞപ്പോഴും ആ പേര് കേട്ടാൽ ശൈത്താൻ പിന്നോട്ടോടി. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ വാളും ഇസ്ലാമിൻ്റെ മതിലും സത്യത്തിൻ്റെ അചഞ്ചല കോട്ടയും.